തലസ്ഥാനത്തെ തീരമേഖലയിലെ കടൽക്ഷോഭത്തിൽ കേസെടുത്ത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. കടൽക്ഷോഭം രൂക്ഷമായിട്ടും വകുപ്പുകളുടെ ഭാഗത്തുനിന്നും വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകാത്തതിലാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. ജില്ലാ കളക്ടർ, തഹസീൽദാർ, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മേധാവി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇടപെടൽ ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത്? തലസ്ഥാനത്തെ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് തീരദേശവാസികൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. പലർക്കും വീടുകൾ നഷ്ടമായ സാഹചര്യം, ഒപ്പം തന്നെ വീടുകളിൽ നിന്ന് താമസം മാറേണ്ട പശ്ചാത്തലം. ഈ വിഷയത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ കൃത്യസമയത്ത് ഇടപെടൽ നടത്തിയില്ല എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. ജില്ലാ കളക്ടർ, തഹസീൽദാർ, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മേധാവി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കമ്മീഷൻ. ഒപ്പം തന്നെ തീരദേശവാസികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കണമെന്നുള്ളതാണ് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് കാലവർഷം സജീവമായതോടെ കാലവർഷക്കെടുതികളും വർദ്ധിക്കുകയാണ്. പ്രകൃതിക്ഷോഭത്തിന്റെ ഫലമായി തിരുവനന്തപുരം ജില്ലയിലടക്കം വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. രൂക്ഷമായ കടൽക്ഷോഭം തീരദേശവാസികളെ ആകെ വലിയ രീതിയിലുള്ള ഭയത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ വകുപ്പുകൾ ഏകോപനത്തോടെ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ മഴക്കാലത്തിന് മുമ്പും അതിനുശേഷവും കാലവർഷം ശക്തമായ സാഹചര്യത്തിലും ഒപ്പം തന്നെ കടലാക്രമണം ശക്തമായ സാഹചര്യത്തിലും ചെയ്തില്ല എന്നുള്ളതാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് കൃത്യമായ ഇടപെടലിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭീമാപ്പള്ളി, വെട്ടുകാട്, ചെറിയതുറ അടക്കമുള്ള മേഖലകൾ, വലിയതുറ, ശംഖുമുഖം, വേളി, കണ്ണാന്തുറ, കൊച്ചു തോപ്പ്, പൊഴിക്കര അടക്കമുള്ള ഭാഗങ്ങളിലെ വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ഈ മേഖലകളിലടക്കം കൃത്യമായ ഇടപെടൽ ഈ കമ്മീഷൻ ഇടപെടലോടുകൂടി ഉണ്ടാവുകയാണ്. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിമാരും വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ സന്ദർശിക്കാനോ കൃത്യമായ ഇടപെടലുകൾ നടത്താനോ തയ്യാറാകാത്തത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് എന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അടിയന്തരമായി വിവിധ വകുപ്പുകളോടും ഉദ്യോഗസ്ഥരോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് ന്യൂനപക്ഷ കമ്മീഷൻ കടക്കുക. നീലിമ. ശരി, ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.